വയനാട്ടിലെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഹമാസ് മോഡലിൽ ഒരു തുരങ്കം കണ്ടെത്തി എന്നുള്ളതാണ്. ആ തുരങ്കത്തിനകത്ത് നിറയെ ലഹരി വസ്തുക്കളായിരുന്നു. ആ വീടിൻ്റെ മുന്നിൽ മാഷാ അള്ളാ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറും ഒട്ടിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ആയിരക്കണക്കിന് പാക്കറ്റിലെ ലഹരി വസ്തുക്കളാണ് ആ വീട്ടിൽ നിന്ന് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പിടികൂടിയത്. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ് സർവീസ്മെൻ കോളനിക്ക് സമീപം മുത്തങ്ങയിൽ വീട്ടിൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാളിനെ പിടികൂടിയിട്ടുണ്ട്. പോലീസിൻ്റെയും ഈ പറയുന്ന ഈ ലഹരി വിരുദ്ധ സ്ക്വാഡിൻ്റെയും ഒക്കെ സംശയം എന്ന് പറയുന്നത് ഇയാൾ വലിയ തോതിലുള്ള ലഹരി മാഫിയയുടെ ഒരു കണ്ണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ അവലംബിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹമാസ് മോഡലിൽ ഒരു തുരങ്കം നിർമ്മിക്കുക എന്നുള്ളതാണ് വീട്ടിനകത്ത്. അതിനകത്ത് രഹസ്യ അറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഇറങ്ങാനായിട്ട് വളരെ സൂക്ഷ്മമായ ഒരു വഴിയാണ് ഒരുക്കിയിരുന്നത്. ആർക്കും അങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത വളരെ പണിപ്പെട്ടാണ് പോലീസൊക്കെ ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ആശങ്കപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഒരു ഭീതി കൂടി ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതെന്നുള്ളത്. സാറിന് എന്ത് തോന്നുന്നു ഈ വാർത്ത കേട്ടിട്ട്? എന്താണ് അഭിപ്രായം? ഇത് വളരെ ആശങ്കയും ഭീതി ഉണ്ടാക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ വഴി ഗവൺമെൻറ് ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയാനായിട്ട് കാര്യമായിട്ട് ശ്രമിക്കുന്നു. എല്ലാ കാലത്തും പല പേരിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അത് തുരങ്കം ഉണ്ടാക്കുക, ഹമാസ് മോഡൽ എന്ന് പറഞ്ഞ പോലെ തുരങ്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം കണ്ടെത്തിയത് ലഹരി വസ്തുക്കളായിരിക്കാം. നാളെ തുരങ്കത്തിൽ എന്തും ആവാമല്ലോ. ആയുധങ്ങളാവാം. മാഷാ അള്ളാ സ്റ്റിക്കർ. ഈ മാഷാ അള്ളാ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത സ്റ്റിക്കറാണ്. നമുക്ക് ടി പി ചന്ദ്രശേഖരൻ 51 പറ്റി ഓർമ്മ വരുള്ളൂ ആ സ്റ്റിക്കറിൻ്റെ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെ സുഖമില്ലാത്തൊരു സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഈ കാര്യമായ തോതിൽ ലഹരി കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം. 6000-ലേറെ പാക്കറ്റ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ഇത് കണ്ടെടുത്ത് ഇതേപോലെ എത്ര സ്ഥലത്തുണ്ടെന്ന് ആർക്കറിയാം? നമുക്കറിയാനൊക്കെ ഇല്ല. അത് ഇവരൊന്നും ഒരൊറ്റപ്പെട്ടൊരു സംഭവമല്ലല്ലോ. ലഹരി ഇതിയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊരു ലിങ്കാണ്, ചെയിനാണ്. അപ്പോൾ ആ ചെയിനിൽ അവിടെയും ഇതേപോലെ തന്നെ എത്ര സ്ഥലത്ത് ദൂരം കൊണ്ടുവന്നത് ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ഏതായാലും അങ്ങേറ്റത്തെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത്. സാർ, കഴിഞ്ഞ ദിവസം RV ബാബു ഒരു കമൻറ്റ് പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളായി മാറുന്നത്. ഇപ്പോൾ എന്ന പേരിലും അത് തെളിയിക്കുന്നുണ്ട്. ഇന്നലെയും അറസ്റ്റ് ചെയ്ത 4-5 പേരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്തതിനകത്ത് ഈ പേര് കാര്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് 1-2 പേരല്ല, നിരന്തരമായിട്ട് ഇതൊരു കണ്ണിയായി മാറുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർ പലപ്പോഴും ഉപയോക്താക്കളാണോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. ഇവർ ഉപയോഗിക്കുന്നതിനേക്കാളേറെ. പക്ഷേ 2 വശമുണ്ട്. ഒന്ന്, മദ്യം ഇസ്ലാം പ്രകാരം നിഷിദ്ധമാണ്. പക്ഷേ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, MDMA കാര്യം പറഞ്ഞിട്ടില്ല. അന്ന് ആ പുസ്തകകാലത്ത് അതില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാം എന്നുള്ളൊരിതുണ്ട്. ഇനി അതല്ല, ഇത് ഉപയോഗിപ്പിക്കാം. ഇത് ഈ നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളല്ലാത്ത ആൾക്കാർക്കിടയിൽ വിറ്റ് കഴിഞ്ഞാൽ കാഫറുകളൊക്കെ തീർന്നു കിട്ടുമല്ലോ. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല വശങ്ങളാണ് ഈ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട്. ഏറ്റവും ഈസി ആയിട്ട് തീവ്രവാദം, അതായത് കേരളത്തിലെ നമ്മൾ മുമ്പ് വാർത്തകളിൽ വന്നാണ് മാവോയിസ്റ്റുകളാണ് കഞ്ചാവ് കൃഷി ചെയ്ത് ഒറീസ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. തീവ്രവാദികൾക്ക് ഇപ്പം ഇന്ത്യയിൽ പണം കിട്ടുന്നില്ല. കാരണം ഈ പറയുന്ന നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ നിയമങ്ങളും അതിൻ്റെ നിയന്ത്രണങ്ങളും സർക്കാരിൻ്റെ നടപടികളും FCRA കാരണം തീവ്രവാദികൾക്ക് പൈസ കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് പൈസ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ബൾക്കായിട്ട് പൈസ കിട്ടുന്ന ലഹരിയാണ്. ലഹരി ഡ്രഗ്സ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ 2 ഉദ്ദേശമുണ്ട്. കാഫറുകൾ ചത്തുകൊള്ളുകയും ചെയ്യും, ഈ പറയുന്ന പൈസയും കിട്ടും. വലിയ തീവ്രവാദ പ്രവർത്തനം തന്നെയല്ലേ. ഇപ്പോൾ RV ബാബുവിൻ്റെ എതിരെയുള്ള കേസ് എടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ രസകരമായ വസ്തുത അങ്ങനെയാണെങ്കിൽ ആദ്യം കേസ് എടുക്കേണ്ട KT ജലീലിനെതിരെ. അതേ കാര്യം പറഞ്ഞു. KT ജലീൽ പറഞ്ഞത് മദ്രസയിൽ പഠിച്ച ആൾക്കാരാണ് ചെയ്യുന്നത്, കടത്തി പറഞ്ഞു. ബാബു ഒരു സമുദായം എന്നേ പറഞ്ഞുള്ളൂ. ഇത് മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ ചെയ്യണമെന്ന് പറഞ്ഞ് KT ജലീൽ പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഫേസ്ബുക്കാണോ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വീഡിയോ ആയിരുന്നു അങ്ങനെ പറഞ്ഞ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ KT ജലീലിനെതിരെ അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റും കേസെടുത്തിട്ടില്ല, ഇപ്പോഴത്തെ വലതുപക്ഷ ഗവൺമെൻറ് വന്നിട്ട് കേസില്ല. അതേ കാര്യം മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ച ബാബുവിനെതിരെ കേസ്. അതങ്ങനെയുള്ള കേസ് കൊടുക്കുന്നത്. ഇപ്പോൾ പക്ഷേ പാസ്റ്ററിൻ്റെ കേസിൽ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ കേസ്, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസ്, ഇയാൾക്കെതിരെ മാത്രം കേസില്ല. അപ്പോൾ അതേപോലത്തെ ഒരു വിചിത്രമായ രാജ്യം, നാടും സംവിധാനമാണ് നമ്മുടേത്.
അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഇത്തരം മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനൊരു സംഗതി വയനാട്ടിൽ നടത്തുക എന്ന് പറഞ്ഞാൽ, വയനാട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അതെ. കാരണം മലയും കുന്നും പ്രദേശം, ഒളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു ഇതാണ്. കൂടാതെ കർണാടകത്തിലേക്കും തമിഴ്നാട് തമിഴ്നാട്ടിലേക്കും പോകാനുള്ള ഒരു മാർഗങ്ങളുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ പല രൂപത്തിലും ഇതിൻ്റെ ഈ ട്രാഫിക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് വയനാട് മാറിയിട്ടുണ്ടാവാം. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നുണ്ടാവില്ല. ഇപ്പോൾ മാവോയിസ്റ്റുകൾ കൃഷി ചെയ്യാനെന്ന് പറഞ്ഞാൽ അവർ കൃഷി ചെയ്യാൻ സാധ്യതയുള്ള ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ അതെ. കുറേയൊക്കെ ആന്ധ്രാപ്രദേശിലും ആയിരിക്കും. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ പണ്ടത്തെ വലിയില്ല എങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ അവർ വയനാട് തന്നെ കുറേ സ്ഥലം എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് ആർക്കറിയാം. ഇടുക്കിയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വലിയ കൃഷിക്കാർ അങ്ങനെ വളരെ പോലീസിനോ എക്സൈസിനോ ചെന്നെത്താൻ പറ്റാത്ത ഉൾക്കാടുകളിൽ ഇത് കൃഷി ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം തലമുറകളെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് പുറമെ ഈ മാഷാള്ള സ്റ്റിക്കറുള്ളതുകൊണ്ട് അതിനപ്പുറം നമ്മൾ കാണണം. കേവലം 6400 പാക്കറ്റ് എന്താ പറയുക ലഹരി വസ്തുക്കൾ മാത്രമല്ല ആയിട്ട് നമ്മളതിനെ കാണാൻ പറ്റില്ല. അതിനപ്പുറം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ആയുധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് വലിയൊരു സ്ലീപ്പർ സെല്ലാണോ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, തീവ്രവാദികളുടെ ഭീകരപ്രവർത്തകർ സ്ലീപ്പർ സെല്ലുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് സർക്കാർ ചെയ്യുന്നത് ഇതിനെല്ലാം ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക എന്നുള്ള നയമാണ്. ഇത് പറഞ്ഞപ്പോൾ ബാബുവിന് നേരെ കേസെടുക്കുക. അതെ. അല്ലാത്ത ആൾക്കാർക്കെതിരെ, ഇത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ, അല്ലെങ്കിൽ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞ വേറെ ആൾക്കാർക്കെതിരെ ഒന്നും കേസെടുക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കുക, അതാണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് വളരെയധികം നമ്മുടെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു വാർത്തയാണ് അവിടെ നിന്ന് കാണുന്നത്. ആ ചിത്രം കണ്ടെത്താൻ നമുക്ക് ഭയം തോന്നും. അത് വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ മേഖലയിലുള്ള, അതായത് ഈ വയനാടൊക്കെ പോലെ ഉള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ള ഒരു പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വാർത്താ മാധ്യമമാണ്. അവർ കൃത്യമായി വാർത്തകൾ കൊടുക്കുന്നുണ്ട്. മലനാട് ന്യൂസ് എന്നും കണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഈ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്. മലനാട് ന്യൂസ് അതെ, ആ ഒരു വീഡിയോ കാണിക്കുന്നത്. ആ വീഡിയോയിൽ ഈ തുരങ്കത്തിൻ്റെ ആ വ്യാപ്തി കാണാം. അതെ. ഇപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ തുരങ്കമൊക്കെ സൃഷ്ടിച്ച് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ എന്തും ആവാമല്ലോ. അതെ. അപ്പോൾ തീവ്രവാദ പ്രവർത്തനത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനത്തിന് ആയുധം മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രഗ്സും ഒരു ആയുധം തന്നെയാണത്. സർക്കാരിൻ്റെ കർശനമായ നിയമങ്ങൾ വരുന്ന സമയത്ത് പൈസ കണ്ടെത്തോലെ ഒഴുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കുക, ഈ നാട്ടിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കുക, ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ, എന്നിട്ട് കുട്ടികളുടെ ജീവിതം പാഴാക്കുക. ഇത്ര +2 സ്കൂളുകളിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ആൾക്കാരെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതിന് നിയമം, ഇപ്പോഴുള്ള നിയമം തന്നെ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് സഫീഷ്യൻ്റ് ആണോ, അതിന് കൂടുതൽ കടുത്ത നിയമങ്ങൾ വേണ്ടേ മറ്റു രാജ്യങ്ങളിലെ പോലെ? ഈ പണം എല്ലാം ചെന്നെത്തുന്ന കൈകൾ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. അതെ, അത് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ കയ്യിൽ തന്നെയാണല്ലോ എത്തുന്നത്. അവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അല്ലാതെ സമാധാനപരമായിട്ടൊന്ന് കുറച്ച് കഞ്ചാവൊക്കെ വിറ്റിട്ട് ജീവിക്കാം, കുട്ടീനെ സ്കൂളിൽ ചേർക്കാം, അല്ലെങ്കിൽ അച്ഛന് മരുന്ന് മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവർ. അല്ല, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് വലിയ ഗൂഢാലോചനകളും അതിൻ്റെ പോലെ വലിയ ശക്തികളുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, മനുഷ്യവിരുദ്ധ ശക്തികളുണ്ട്. അത് ഇൻ്റർനാഷണൽ ആയിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് ഈ ശക്തികൾ. അതിന് യാതൊരു സംശയവുമില്ല ആ കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വളരെയധികം കർശനമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നിയമനിർമ്മാണങ്ങൾ നടക്കണം. നിലവിലുള്ള നിയമം സഫീഷ്യൻ്റ് അല്ല എന്നല്ലേ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ദിവസം പിടിക്കുന്നു, ഒരു സ്ഥലത്ത് 20 കിലോ പിടിക്കുന്നു, വേറെ സ്ഥലത്ത് അതിലധികം പിടിക്കുന്നു, പിന്നെ MDMA 15 കോടിയുടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ പിടിച്ചു, അങ്ങനെ കണക്കുകളൊക്കെ ധാരാളം വരുന്നു. ഇവിടെ ഷിപ്പ് വഴി വരുന്ന MDMA പോലത്തെ കാര്യങ്ങൾ വേറെ. അതെ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ അത് അനന്തമായിട്ട് നീളുന്ന കോടതി സംവിധാനം ഒന്നും ശരിയാവില്ല. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ 15 കൊല്ലം കേസ്. ഇതിനൊക്കെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരണം. ഇമ്മീഡിയറ്റായിട്ട് കോടതിയുടെ ഡിസിഷൻ വരണം, ഇമ്മീഡിയറ്റായിട്ട് ശിക്ഷ നടക്കണം. ആ ശിക്ഷ ഇനി ഒരിക്കലും അയാൾ വരില്ല എന്ന് മാത്രമല്ല, ഇതിനെപ്പറ്റി അറിയുന്ന വേറെ ആൾ വരാൻ പാടില്ല. അതെ.
അങ്ങനത്തെ ശിക്ഷ കൊണ്ടുവരണം. എന്നെ ഇതിനു വേണ്ടി പിടിച്ച് ശിക്ഷിച്ച് കഴിഞ്ഞാൽ പ്രിയന് തോന്നണം ഇയാളെ പിടിച്ചിട്ട് ഞാനീ പണിക്കില്ല എന്ന് തോന്നണം. ആ നിലയ്ക്കുള്ള ശിക്ഷ കൊണ്ടുവരണം. അതിന് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്ന്. അതെ, മാതൃകാപരമായിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തണം. നമ്മൾ പണ്ടത്തെ അതേ നിയമമായിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ പണ്ട് ഇപ്പോൾ IPC മാറ്റി ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വന്നു. ന്യായസംഹിതയിലും കുറേ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നിർമ്മാണം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ശിക്ഷ സ്പെസിഫൈ ചെയ്യണം, എന്നിട്ട് ആ ശിക്ഷ നടപ്പാക്കണം. അല്ലെങ്കിൽ ഇതേപോലത്തെ തുരങ്കങ്ങളും പാക്കറ്റുകളൊക്കെ ഇനിയും കാണും, സ്റ്റിക്കറും കാണും, മാസമുള്ള സ്റ്റിക്കറൊക്കെ കാണും. ഇതിനൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണേണ്ട ആവശ്യമില്ല. മതത്തിൻ്റെ അല്ല, ഇത് തീവ്രവാദമാണ്, രാജ്യദ്രോഹ നടപടികളാണ്, യുവത്വത്തിനെ നശിപ്പിക്കുന്നതാണ്. അത് ഏത് മതക്കാരനായാലും അയാൾ ശിക്ഷിക്കപ്പെടണം. അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, സിഖ് ആവട്ടെ, ജൈനാവട്ടെ, ബുദ്ധിസ്റ്റ് ആവട്ടെ, ആരായാലും രാജ്യത്തിനെ, സമൂഹത്തിനെയും യുവത്വത്തിനെയും നശിപ്പിക്കുന്നവർ അവർ ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹരല്ല. അത്തരത്തിലുള്ള നിയമം കൊണ്ടുവരണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.